ആ രാത്രി അനന്യയുടെ മനസ്സിൽ മുഴങ്ങിയത് ഒരു വാക്ക് മാത്രം: ട്രാൻസ്ഫേർഡ്. മീരയുടെ ഫയൽ എവിടേക്കാണ് മാറ്റിയത്? അവൾ വീണ്ടും കോൺവെന്റിലെത്തി. റിസപ്ഷനിലിരുന്ന സിസ്റ്റർ അവളെ കണ്ടു. അനന്യ ചെറുതായി ചിരിച്ചു. ഇന്നലെ കണ്ട ഫയൽ ഒരിക്കൽ കൂടി നോക്കണം. സിസ്റ്റർ ഓഫീസിലേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും തിരികെ വന്നു. മുഖത്ത് ചെറിയൊരു ആശയക്കുഴപ്പം. വിചിത്രമാണ്, അനന്യ ഉടൻ ചോദിച്ചു. എന്താ സിസ്റ്റർ? ഇന്നലെ കണ്ട ഫയൽ ഇപ്പോൾ അവിടെയില്ല. അനന്യ ഞെട്ടി. എന്താണ് പറയുന്നത്? രാവിലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. ഇരുവരും ചേർന്ന് മുഴുവൻ അലമാരയും പരിശോധിച്ചു. പഴയ ഫയലുകൾ, രജിസ്റ്ററുകൾ, പെട്ടികൾ. പക്ഷേ മീരയുടെ ഫയൽ മാത്രമില്ല. സിസ്റ്റർ പതുക്കെ പറഞ്ഞു, ഒരുപക്ഷേ മറ്റാരെങ്കിലും എടുത്തിട്ടുണ്ടാകും. അനന്യ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവളുടെ മനസ്സിൽ ഒരു ചോദ്യം: ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഫയൽ ഇന്ന് മാത്രം എങ്ങനെ കാണാതായി? റിസപ്ഷനിൽ നിന്ന് റത്തേക്ക് നടക്കുന്നതിനിടയിൽ അവളുടെ ബാഗിൽ എന്തോ തട്ടുന്നതായി തോന്നിയത്. ബാഗ് തുറന്നു. ഒരു ചെറിയ ബോക്സ്, അകത്ത് ഒരു ചെറിയ കടലാസ്. അതിൽ ഒരു വരി മാത്രം: കാണാതാകുന്നത് ഫയലല്ല, സത്യമാണ്. അനന്യ ചുറ്റുനോക്കി. ആരെയും കണ്ടില്ല. ആ കടലാസ് ആരാണ് ബാഗിൽ